ഉണ്ട്, എനിക്ക് വേണ്ട സെക്കൻഡോ തേർഡ് വരെ വേണമെങ്കിൽ അവിടെ വരെ വേണം ഇടാം. പക്ഷെ ഞാനൊരു ബിഗിനർ ഓടിക്കുന്നത് തന്നെ കാണിക്കാം. അതുകൊണ്ട് അവിടെ ഒരു ജംഗ്ഷൻ ആണ്, ലെഫ്റ്റോട്ടും റൈറ്റോട്ടും എല്ലാം റോഡുണ്ട്, തിരക്കാണ്. എനിക്ക് ലെഫ്റ്റോട്ട് കയറി ഞാൻ ഉടനടി റൈറ്റോട്ടും തിരിയാനുണ്ട്, നല്ലൊരു തിരക്കുള്ള ജംഗ്ഷനുമാണ്. ക്ലച്ചിലും ആക്സിലേറ്ററും ഒന്ന് താങ്ങി രണ്ടിനും ഒരേ മയത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലും വണ്ടി കാണത്തക്കോലെ ഞാൻ ഈ സൈഡ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുകയില്ല. ഞാൻ രണ്ട് സൈഡ് കാണത്തക്കോലെ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കുന്നു. സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് തിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മേലോട്ടുള്ള ഫസ്റ്റ് തേർഡിലും സെക്കൻഡിലും ഒക്കെ ഓടിക്കുന്നതും ഇതിന്റെ ബാക്കിയുള്ള ഓരോ കണ്ടിന്യൂമായിട്ടുള്ള ക്ലച്ചിനെ പറ്റിയും സ്റ്റിയറിംഗിനെ പറ്റിയും അതുപോലെ തന്നെ ആക്സിലേറ്റർ കൺട്രോളും ബ്രേക്ക് കൺട്രോളിനെ പറ്റിയും ഒക്കെയുള്ള വീഡിയോ ഞാൻ ഇതിന്റെ പുറകെ ചെയ്യുന്നതായിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൽ കയറി തുടക്കക്കാരൻ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്താൽ നമുക്കൊരു വാഹനം വീട്ടിൽ നിന്നാണെങ്കിലും എടുക്കാൻ പഠിക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയുടെ താഴെയായിട്ട് കമന്റായിട്ടല്ല ചോദിച്ചാൽ പലരും വന്നിട്ട് വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ടു ഇന്നൊരു വീഡിയോ ചെയ്തു. അതായത് ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് നമ്മൾ എടുക്കുന്ന എടുത്ത വണ്ടി അങ്ങനെ ഓടിക്കുന്ന പേടി കൂടാതെ എങ്ങനെ ഓടിക്കാം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും വാട്സപ്പിൽ വന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾ കമന്റായിട്ട് തന്നെ ചോദിക്കുക ഇന്നൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഹനം കയറി നമ്മൾ എടുക്കുന്ന വരെ പഠിച്ചു, ആ എടുത്ത വണ്ടി എന്തെല്ലാം ചെയ്താൽ പേടി കൂടാതെ ഓടിക്കാം. അപ്പൊ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ചെയ്ത് വേണം നമ്മളൊരു വണ്ടി ഓടിക്കാൻ എന്നതിനെ പറ്റിയാണ്. ഞാനത് ഓടിച്ചു തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ യൂട്യൂബിന് ആ വഴിയാണ് കാണുന്നതെങ്കിൽ ആ ലൈക്ക് തരാൻ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവിടെ നിന്ന് നിങ്ങളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. അതായത് 10 വർഷമായിട്ട് 15 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലും ഉണ്ട്, പക്ഷെ വാഹനത്തിൽ കയറുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാൻ മേലാത്തവർക്കൊക്കെ, നമുക്കറിയാവുന്ന ചുറ്റുപാടിലൊക്കെ പലരും ഉണ്ട്, ലൈസൻസ് കയ്യിലുണ്ട് 10 വർഷം 15 വർഷമായിട്ട്, പക്ഷെ വണ്ടി ഓടിക്കുന്നില്ല, പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്ക് പൈസ കൊടുത്ത് ആരെ സഹായിക്കാൻ കഴിയില്ല. ഒരു ഷെയറിലൂടെ മറ്റുള്ളവർ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. നമുക്കതെല്ലാം കഴിയും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഇപ്പൊ വാഹനത്തിൽ കയറുന്നെല്ലാം ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബ്രേക്ക് ചവിട്ടി, ക്ലച്ച് ചവിട്ടി, ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി, വണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടു. സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിപ്പം കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിലല്ല വാഹനം കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പൊ ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സൈഡിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകാനുള്ളത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാരും ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിക്കാരും നമുക്ക് അനുവാദം തന്നാലേ നമുക്ക് ആ റോഡിലോട്ട് കയറാൻ കഴിയുള്ളൂ. ആദ്യം നമുക്ക് വണ്ടി ഫ്രണ്ടിൽ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ആദ്യമേ ഉറപ്പ് വരുത്തുക. കാരണം ഈ സൈഡിൽ നമ്മൾ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം മേടിക്കണം. ഇതിന്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ടേ ഉള്ളൂ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നോക്കുന്ന വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ബാക്കിലും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഞാനിപ്പം ഇൻഡിക്കേറ്ററിന് കൊടുത്തു, വണ്ടി ബാക്കിലും ഇല്ല. ഞാൻ പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ബ്രേക്കിൽ നിന്ന് മാറ്റാതെ എടുക്കാൻ ശ്രമിക്കരുത്. അപ്പം പലരും ചോദിക്കും, എല്ലായിടത്തുനിന്നും എടുക്കുമ്പോഴും ബ്രേക്കിൽ നിന്ന് തന്നെയാണോ കാല് മാറ്റേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് ഒന്ന് മാറ്റി നോക്കണം. ഉദാഹരണത്തിന് ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇത് കണ്ട, ഇപ്പൊ എന്റെ കാലിരിക്കുന്നത് ക്ലച്ചിലും ബ്രേക്കിലുമാണ്. ഇപ്പൊ നമ്മളെല്ലാം പഠിച്ചു വെച്ചിരുന്നത് ഹാഫ് ക്ലച്ചിൽ കൊണ്ടിരിക്കുക, ബ്രേക്ക് ചെയ്ത് മാറ്റി ആക്സിലേറ്റർ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഈ ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നിരപ്പാണോ കയറ്റമാണോ ഇറക്കമാണോ എന്നറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്തത്, നിങ്ങൾ ഈ ബ്രേക്കിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നോണ്ടാണ്. നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, വണ്ടി മുന്നോട്ട് പോകാനാണ്. അപ്പൊ പിന്നെ നമ്മൾ ബ്രേക്കിൽ തന്നെ വെച്ചാൽ വണ്ടി പോകുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പതിയെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ ചാടിക്കരുത്, ബ്രേക്കിൽ നിന്ന് മാറ്റരുത്. എന്ത് ചെയ്യണം കാണില്ലേ, പതിയെ ബ്രേക്കിൽ നിന്നെടുത്ത് മാറുമ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പോകുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഹാഫ് ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറുക. അപ്പൊ അത് നിങ്ങൾ എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ മാറരുത്. പതിയെ എടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ, ബാക്കി വണ്ടി ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ബ്രേക്കിൽ നിന്നൊക്കെ മാറ്റേണ്ടത്. ഇപ്പൊ ബാക്കി ഒരു വണ്ടി ഒരു കാരണവശാലും നമ്മൾ മിററിൽ നോക്കാതെ നിങ്ങൾ വണ്ടി എടുക്കാൻ ചെയ്യരുത്. വണ്ടി വരുന്നുണ്ട്, ഇപ്പൊ വണ്ടി വരുന്നില്ല, ഞാൻ മിററിൽ നോക്കിയപ്പോൾ കണ്ടു, ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി പതിയെ എടുത്ത് നോക്കിയോ, ബ്രേക്കിൽ നിന്ന് മാറിയപ്പോൾ വണ്ടി പോകുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്തു, മെല്ലെ കാലെടുത്തു കേട്ടോ.
അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ചെയ്യരുത്, ഓടരുത്. ഈ ഓടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഒരു വണ്ടി ഇല്ലെന്ന് വേണ്ട, അല്ലെങ്കിൽ വണ്ടി വരുന്ന എവിടെന്തെങ്കിലും വരുന്ന കണ്ടോണ്ട് ഈ പെട്ടെന്ന് അങ്ങ് എടുക്കാതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓഫ് ആയി പോകുന്നത്. ഇപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ എടുത്തെടുത്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി കൊണ്ട് പോകുന്നു. എന്നിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് സൈഡ് ചേർന്ന് നിർത്തി നോക്കണം. നിങ്ങൾ ഒരുപാട് തിരക്കുള്ള റോഡുകളിലോട്ടൊന്നും എന്ത് ചെയ്യരുത്, ആദ്യമേ വണ്ടി എടുത്തോണ്ട് പോകരുത്. അപ്പൊ നമുക്ക് പേടികളുണ്ടാകും. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ഒരു ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണുമ്പോഴും പേടിയുള്ളവരാണ് കൂടുതലും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്തൊക്കെ എനിക്ക് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, ശരിയാണ്, എന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്, അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ ആ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ശരിയാണ്, എന്റെ മിസ്റ്റേക്ക് ഇതാണ്, ഇന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് നിർത്തി നോക്കണം. ആദ്യമേ ക്ലച്ച് ചവിട്ടി നമ്മുടെ സൈഡിലേക്ക് വന്നു, നിർത്തി വന്നു, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂട്രലാക്കി ക്ലച്ച് എന്നൊക്കെ കാല് മാറ്റി വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യണം, മിററിൽ നോക്കിയിട്ട് വണ്ടി ഇല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് മാറ്റി നോക്കണം. ബ്രേക്കിൽ നിന്ന് ബാക്കിലേക്ക് ഇപ്പം പോവുകയാണ്, ഇപ്പൊ വേണ്ട ചെറുതായിട്ട് ബാക്കിലേക്ക് പോകുന്നു, ഞാൻ ഇത് വീണ്ടും അത്രയും ബ്രേക്ക് ചെയ്യാൻ വെച്ചു, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. അപ്പൊ ഈ ഒരു സൗണ്ട് വ്യത്യാസം മാറി വരും. അപ്പൊ നമുക്ക് മനസ്സിലാകും വണ്ടി കറക്റ്റ് ആയിട്ട് ആ ക്ലച്ചിൽ നിന്നു. അന്നേരം എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് മാറ്റുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കണ്ടാ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പതിയെ എടുത്ത് നോക്കുക. നിങ്ങളിപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചെന്നാൽ മതി. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി എടുത്തോ. ഞാനിപ്പോ ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടിയെ കയറി എടുക്കുന്നതിന് വരെ കാണിച്ചു തന്നു. ആ എടുത്ത വണ്ടി ഓടിക്കേണ്ട രീതിയിൽ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആ ജംഗ്ഷനിലെ കാര്യങ്ങൾ ആലോചിക്കും. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വണ്ടിയെ പോലും കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നത്. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇത്ര എടുത്തു, വീണ്ടും ക്ലച്ച് ചവിട്ടി സൈഡിലേക്ക് കൊണ്ടുവന്നു, നിർത്തി കൊടുത്തു, വീണ്ടും എന്ത് ചെയ്യണം, ന്യൂട്രലാക്കി കാലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടണം. എന്തിനാണ് ഇങ്ങനെ വീണ്ടും നിർത്തിയ ശേഷം ന്യൂട്രൽ ആക്കിയിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ട്രാഫിക്കിലായിരിക്കാം, ചിലപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിൽ വരുന്ന കണ്ടോണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരാൾ വരുന്ന കണ്ടോണ്ടായിരിക്കാം. വരുന്ന ഗിയർ എപ്പോഴും നമുക്ക് ഫസ്റ്റ് ഗിയർ തന്നെ കാണണമെന്നില്ല. അപ്പൊ നിങ്ങൾ വന്ന ഗിയർ ചിലപ്പോൾ സെക്കൻഡ് ആകാം, തേർഡ് ആകാം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ആൾക്കാരെ കണ്ടോണ്ടോ വണ്ടി കണ്ടോണ്ടോ പെട്ടെന്ന് നിന്നതുപോലെ നിർത്തി. ഈ നിർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഫസ്റ്റ് ആകണമെന്ന് മാത്രമായിട്ടില്ല, ചിലപ്പോൾ തേർഡും സെക്കൻഡും ഒക്കെ ആകും. നിങ്ങൾ എന്ത് ചെയ്യും, ഈ ആളോ വണ്ടിയോ മാറി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കും. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയിപ്പോ. കാരണം എന്താ, ഗിയർ മാറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓർമ്മ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി നിർത്തിയ ഉടൻ തന്നെ ന്യൂട്രൽ ആക്കുന്നു, വീണ്ടും ക്ലച്ച് എന്ന് കാല് മാറ്റുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, മിററിൽ നോക്കുന്നു. അപ്പൊ നമുക്ക് ആ ബേസ് പോയിന്റുകൾ കൃത്യമായിട്ട് ഒരു വണ്ടി നിർത്തി എടുക്കാൻ ചെയ്യുന്നതിന്റെ ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എന്ത് ചെയ്യാം, ബ്ലോക്കിലായാലും തിരക്കിലായാലും എവിടെ നിന്നായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വണ്ടി നിന്നിട്ടുണ്ട്, ഒരു വണ്ടി നമ്മളൊരു സൈഡ് ചേർത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്, ആ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പേടി കൂടാതെ നമ്മൾ ഇങ്ങനെ എടുക്കാം. ബ്രേക്ക് എന്ന് മാറ്റി, ബ്രേക്ക് നോക്കി ബ്രേക്ക് മാറ്റി ക്ലച്ച് എന്ന് മെല്ലെ എടുക്കുന്നു. കണ്ടാ, അപ്പൊ ബ്രേക്ക് എന്ന് മാറ്റിയതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതുകൊണ്ടാണ്. അപ്പൊ ബ്രേക്ക് എന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ബ്രേക്കിന്റെ മേളിൽ വെച്ചിട്ട് കാര്യമില്ല, ക്ലച്ച് എന്ന് മെല്ലെ എടുക്കുന്നു. ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ആ ട്രിക്കും ടിപ്സും ഈ വീഡിയോയുടെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് വാഹനം ഓടിക്കില്ലേ എന്ന്. നിങ്ങൾക്ക് ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ടും നിങ്ങൾക്കൊരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പേടി മാറാത്തത്. അപ്പൊ ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ട്രിക്കും ടിപ്സ് എന്താണെന്ന് നിങ്ങൾ എന്റെ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലേ, ഇന്ന് വരെ ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ളവരുടെ ആ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാറുണ്ട്. എന്നെ ഓടിച്ച് കാണിക്കുന്നതിന് മുമ്പേ ഞാൻ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാറുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവർ പല മിസ്റ്റേക്കുകൾ പറയും. പക്ഷെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്നത്, ഇന്നതാണ് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയാത്തത്. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കും. നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക്
ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. വീണ്ടും നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. അപ്പൊ നമുക്ക് വണ്ടികളൊന്നും ഫ്രണ്ടിലില്ല. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗിയർ ഇടാവൂ. ഗിയറുകൾ നമ്മൾ അടുത്ത് ഇടാവൂ. ഇപ്പൊ നമുക്കൊരു 4 കോടി ഒരു ജംഗ്ഷൻ ആണ് ഇതല്ലേ. അപ്പൊ പതിയെ തന്നെ ആ ഗിയർ തന്നെ അങ്ങനെ തന്നെ പോവാ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് 2 സൈഡിന്റെ വണ്ടികളുണ്ടോ നോക്കിയിട്ട് ഇല്ലാന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കയറുന്നു. കണ്ടാ, പതിയെ പതിയെ തന്നെ എടുക്കുക. ഫ്രണ്ടിലൊരു ഹമ്പുണ്ട്. നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടി കൊടുത്തു. ക്ലച്ച് ചവിട്ടിയിട്ട് ചെറുതായിട്ട് ബ്രേക്ക് വെച്ച് ബ്രേക്ക് ഫസ്റ്റ് വീൽ ഇറങ്ങിയാൽ ബ്രേക്ക് മാറ്റി ക്ലച്ച് ഒന്ന് മെല്ലെ എടുത്തു. കണ്ടാ, എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ബാലൻസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ഗിയറുകളൊക്കെ കൊടുക്കാവൂ. അല്ല നിങ്ങൾ ചാടി കയറി വന്ന് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് തേർഡ് ഇട്ട് ഫോർത്ത് അങ്ങനെ നിങ്ങൾ നിൽക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഗിയറിൽ നിന്ന് ഒരു വണ്ടി, വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടിയും കാർ പാർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്നെല്ലാം ഫസ്റ്റ് ഗിയറിലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറുമായിട്ടൊരു ധാരണ ഇല്ലാതെ വരുന്നതും കൺട്രോൾ ഇല്ലാതെ വരുന്നതും. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈഡിൽ തന്നെയാണ് വണ്ടി എങ്ങോട്ട് പോകുന്നില്ല ഉറപ്പ് വരുത്തുക. ആ സൈഡ് സ്വല്പം കൂട്ടി കൊടുക്കുക, ആ സൈഡ് ഒന്ന് മാറ്റുക, ക്ലച്ച് ചവിട്ടുക. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കണ്ട് ക്ലച്ച് ചവിട്ടിയ ഗിയർ നമ്മൾ സെക്കൻഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്ലച്ച് നമ്മൾ ആ വണ്ടിയുടെ മൂവ്മെന്റ് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യാവും, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവും. കണ്ട, കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് നമ്മുടെ സൈഡിൽ തന്നെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇങ്ങനെ ഓടിക്കാം. എന്നിട്ട് ഇവിടെ ചെറിയൊരു കയറ്റമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി കൊടുത്തു ആദ്യമേ. കണ്ടാ, എന്നിട്ട് നേരെ ആയതിനു ശേഷമാണ് ഞാൻ ബ്രേക്കിലേക്ക് കാല് വരുന്നത്. നിങ്ങളെ ഒരു വണ്ടി നിർത്തണമെങ്കിൽ പെട്ടെന്ന് ഒരിടത്തോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി നിർത്തരുത്. ആദ്യമേ എന്ത് ചെയ്യണം, നമ്മൾ കയറ്റമാണെങ്കിൽ നമ്മൾ ഫസ്റ്റിന് സെക്കൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലച്ച് തന്നെ ചവിട്ടി കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് ഒരു 10-15 അടിക്ക് അപ്പുറത്ത് മുൻപിലാണ് നിർത്തുന്നത്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡ് തന്നെയാണോ, കൃത്യമാണ്, നേരെയാണ് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് വരാവൂ. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ അടുത്ത് അങ്ങോട്ട് ആറുമ്പോഴത്തേനും ഒറ്റ ചവിട്ട് ക്ലച്ചും ബ്രേക്കോട് ഒന്ന് ചവിട്ടി ചവിട്ടും. വണ്ടി നേരെ അല്ലാതെ എന്ത് ചെയ്യും, ക്രോസ് ആയിട്ടൊക്കെ കിടക്കുക. അതാണ് വണ്ടി നേരെ ആകാത്തതും. ചിലര് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് ആദ്യമേ അങ്ങ് ചവിട്ടി വെക്കും. എന്ത് ചെയ്യും, പിന്നെ ക്ലച്ച് വിടാൻ മറന്നു പോകും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു വണ്ടി നമ്മുടെ സൈഡ് ചേർത്താൽ ഇന്നടത്താണ് നിർത്തുന്നത്. നമുക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഇവിടുന്ന് 5 അടി 10 അടിക്ക് മുമ്പ് നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വരുന്നു, നേരെ ആകുന്നു. നേരെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ല. ബ്രേക്കോടെ വെച്ചാൽ വണ്ടി നേരെ തന്നെ നടക്കും. എന്നിട്ട് വീണ്ടും ഞാൻ ഇപ്പൊ നിർത്തി എടുക്കാൻ പോവാണ്, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഞാൻ ആ ബ്രേക്ക് നയിക്കുമ്പോൾ എന്റെ ബാഗിലേക്ക് പോകുന്നു. ഞാൻ ബ്രേക്കിൽ അത്രയും കൂടെ നമ്മൾ എത്രയുമാണ് തുറക്കുന്ന ബ്രേക്ക് എന്ന് അത്രയും മാത്രമേ അടയ്ക്കാവൂ. അത്രയും വെച്ചു. ഞാൻ ഇപ്പൊ തുറന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചാടി എടുത്തോണ്ട് പോകരുത്. അതുകൊണ്ടാണ് നമുക്ക് ബാഗിലോട്ട് പോകാൻ പേടി വരാനുള്ള കാരണം. അപ്പം എത്രയും ഞാൻ തുറന്നപ്പോഴാണ് വണ്ടി ബാഗിലോട്ട് പോയാൽ അത്രയും മാത്രം ബ്രേക്ക് വെച്ച് അടച്ചു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. ഈ ഒരു സൗണ്ട് വ്യത്യാസമാണ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബാക്കിലേക്കും ഇല്ല ഫ്രണ്ടിലേക്കും ഇല്ല. ഇതല്ലേ ഇപ്പൊ ക്ലച്ചിൽ നിന്നു, ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പോഴും നമുക്ക് ആ വൈബ്രേഷൻ കൊണ്ട് നിപ്പുണ്ട്. ആ വൈബ്രേഷൻ കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെയും ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. അന്നേരം എന്ത് ചെയ്യും, നിങ്ങൾ ഈ ബ്രേക്കിൽ നിന്ന് മാറി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടില്ല അങ്ങ് എടുക്കാതെ വേണ്ടി നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പിന്നെ വലിക്കും. ഈ വൈബ്രേഷൻ നിൽക്കുകയാണ്. എന്ത് ചെയ്യും, ആ ലോഡ് കാരണം കയറ്റത്തോട്ടാണ് വണ്ടി വലിയുന്നത്. ആ ലോഡ് കാരണം ചിലപ്പോൾ താങ്ങാൻ ശേഷി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ചിലപ്പോൾ ഓഫ് ആയി പോകും. ഈ വൈബ്രേഷൻ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ ഒന്ന് മാറ്റി കൊടുക്കുക. ഈ വൈബ്രേഷൻ മാറി കണ്ടാ. എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം, മെല്ലെ നമ്മൾ നിരപ്പത്ത് എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. എല്ലാം എടുക്കരുത്, വണ്ടി ഓഫ് ആയി പോകും. കണ്ടാ, കൃത്യമായിട്ട് നമുക്ക് ആ വൈബ്രേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കൃത്യമായിട്ട് ഇതുപോലെ വണ്ടി എടുക്കാം. കണ്ടാ, കൃത്യമായിട്ട് വണ്ടി എടുക്കാൻ സാധിച്ചു. എന്നിട്ട് നമുക്ക് ഇപ്പൊ മുൻപിൽ നമുക്ക് റണ്ണിങ്ങിനനുസരിച്ച് നമ്മളിപ്പോ വണ്ടി മൂവ് ആയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇടട്ടെ പലരും ഇതാണ് പെട്ടെന്ന് അടുത്ത ഗിയർ ഇടാൻ അങ്ങ് തിരുതി വെപ്രാളവും. അപ്പൊ നമുക്ക് മുൻപിൽ തിരക്കില്ല, വണ്ടികളില്ല, വണ്ടിക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കാവൂ. ഇപ്പൊ അതുകൊണ്ട് അത്രയും ദൂരമുണ്ട്, എനിക്ക് വേണം സെക്കൻഡോ തേർഡ് വരെ വേണമെങ്കിൽ അവിടെ വരെ വേണം ഇടാം. പക്ഷെ ഞാനൊരു ബിഗിനർ ഓടിക്കുന്നതിൽ തന്നെ കാണിക്കാം. അതുകൊണ്ട് അവിടെ ഒരു ജംഗ്ഷൻ ആണ്, ലെഫ്റ്റോട്ടും റൈറ്റോട്ടും എല്ലാം റോഡുണ്ട്, തിരക്കാണ്. എനിക്ക് ലെഫ്റ്റോട്ട് കയറി ഞാൻ ഉടനടി റൈറ്റോട്ടും തിരിയാനുണ്ട്. നല്ലൊരു തിരക്കുള്ള ജംഗ്ഷനുമാണ്. ഞാനിപ്പോ അതുകൊണ്ട് ഇവിടെ തന്നെ എന്ത് ചെയ്തു, ഫസ്റ്റിൽ തന്നെ പോകുന്നു. ചെറിയൊരു സ്ലോപ്പ് കയറ്റമാണ് ഇവിടെ. ഞാനിപ്പോ ഇവിടെ ഒരു ഹമ്പും ഉണ്ട്. ഞാൻ ക്ലച്ച് പതിയെ ഒന്ന് താങ്ങി കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ, ക്ലച്ച് പതിയെ താങ്ങി കൊടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡ് തന്നെയാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നത്. എന്നിട്ട് ഞാൻ പതിയെ ക്ലച്ചിലും ആക്സിലേറ്ററും ഒന്ന് താങ്ങി രണ്ടിനും ഒരേ മയത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ 2 സൈഡിലും വണ്ടി കാണത്തക്കോലെ ഞാൻ ഈ സൈഡ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുകയില്ല. ഞാൻ 2 സൈഡ് കാണത്തക്കോലെ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കുന്നു. സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് തിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മൾ നേരെ തന്നെ കയറും. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയില്ല, ഇനി വണ്ടി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം, അവിടുന്ന് വരണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കണ്ടോ, വണ്ടി കാണുന്നിടം വരെ നമുക്ക് ആ ഷോൾഡർ വിചാരിച്ച് കാണുന്നിടം വരെ മുൻപിലോട്ട് പോവാം. വണ്ടിയില്ല, നമുക്ക് 2 സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ടത് നോക്കി തിരിക്കുക. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് എനിക്ക് റൈറ്റോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം റൈറ്റോട്ട് തിരിക്കുമ്പോൾ ബാക്ക് നോക്കണം. ഇൻഡിക്കേറ്റർ കൊടുത്തു, ബാക്ക് നോക്കി വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഇവർ രണ്ടിന് സമ്മതം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് അങ്ങോട്ട് കയറത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ സൈഡ് അതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുവന്നു. ഇങ്ങോട്ട് നമ്മൾ നോക്കരുത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഇവരുടെ സൈഡാണ്, അവിടെ പോയി വണ്ടിയെ തട്ടും. അതുകൊണ്ട് ഞാൻ എന്റെ സൈഡിലോട്ട് തന്നെ വണ്ടി കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ,
അപ്പൊ അവർ ആ സൈഡിൽ തന്നെ നിർത്തി, എന്റെ സൈഡിൽ കൂടെ തന്നെ വണ്ടി വന്നു. ഞാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, വണ്ടി എടുത്തു. അപ്പൊ എല്ലാം ഞാൻ ഫസ്റ്റ് ഗിയർ തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ കൈ തന്നെയാണ് എന്ന് മനസ്സിലാക്കി, നമുക്ക് കയ്യിൽ നിന്ന് കാലിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകുന്നില്ല, ഒഴുകി പോകുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഗിയറുകളൊക്കെ ഇടാവൂ. ഇപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഇനി മേളിലോട്ടുള്ള ഫസ്റ്റ് തേർഡിലും സെക്കൻഡിലും ഒക്കെ ഓടിക്കുന്നതും ഇതിന്റെ ബാക്കിയുള്ള ഓരോ കണ്ടിന്യൂ ആയിട്ടുള്ള ക്ലച്ചിനെ പറ്റിയും സ്റ്റിയറിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ആക്സിലേറ്റർ കൺട്രോളും ബ്രേക്ക് കൺട്രോളിനെ പറ്റിയും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ ഇതിന്റെ പുറകെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കാണിച്ചതും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ആ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾ മെസ്സേജ് ഇന്ന വീഡിയോ ചെയ്യാൻ ചോദിക്കരുത്, നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളെങ്കിൽ നിങ്ങൾ ആ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.